ആവർത്തന പുസ്തകം 2-ാം അധ്യായം 37 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ നാം തിരിഞ്ഞു ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ടു. നാം ഏറിയ നാൾ സേയീർ പർവ്വതത്തെ ചുറ്റി നടന്നു. പിന്നെ യഹോവ എന്നോട് കൽപ്പിച്ചത്, നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നതു മതി. വടക്കോട്ട് തിരിവീൻ. നീ ജനത്തോട് കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ, സേയീരിൽ കൂടിയിരിക്കുന്ന ഏശാവിന്റെ മക്കളായ നിങ്ങളുടെ സഹോദരന്മാരുടെ അതിരിൽ കൂടി നിങ്ങൾ കടപ്പാൻ പോകുന്നു. അവർ നിങ്ങളെ പേടിക്കും. ആകയാൽ ഏറ്റവും സൂക്ഷിച്ചു കൊള്ളണം. നിങ്ങൾ അവരോട് പടയെടുക്കരുത്. അവരുടെ ദേശത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു കാൽ വെപ്പാൻ പോലും ഇടം തരുകയില്ല. സേയീർ പർവ്വതം ഞാൻ ഏശാവിന് അവകാശമായി കൊടുത്തിരിക്കുന്നു. നിങ്ങൾ അവരോട് ആഹാരം വിലയ്ക്കു വാങ്ങി കഴിക്കണം, വെള്ളവും വിലയ്ക്കു വാങ്ങി കുടിക്കണം. നിന്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു. ഈ 40 സംവത്സരം നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടി ഇരിക്കുന്നു. നിനക്ക് യാതൊന്നിനും മുട്ടും വന്നിട്ടില്ല. അങ്ങനെ നാം സേയീരിൽ കുടിയിരുന്ന ഏശാവിന്റെ മക്കളായ നമ്മുടെ സഹോദരന്മാരെ ഒഴിച്ച് ആരാബ വഴിയായി ഏലാത്തിന്റെയും എസ്യോൻ ഗെബേരിന്റെയും അരികത്ത് കൂടി കടന്നിട്ട് തിരിഞ്ഞ് മോവാബ് മരുഭൂമിയിലേക്കുള്ള വഴിയായി കടന്നു പോന്നു. അപ്പോൾ യഹോവ എന്നോട് കൽപ്പിച്ചത്, മോവാബ്യരെ ഞെരുക്കരുത്, അവരോട് പടയെടുക്കുകയും അരുത്. ഞാൻ അവരുടെ ദേശത്ത് നിനക്കൊരു അവകാശം തരുകയില്ല. ആ ദേശത്ത് ഞാൻ ലോകത്തിന്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു. വലിപ്പവും പെരുപ്പവും അനാക്യരെ പോലെ പൊക്കവുമുള്ള ജാതിയായ എമ്യാർ പണ്ട് അവിടെ പാർത്തിരുന്നു. ഇവരെ അനാക്യരെ പോലെ മല്ലന്മാർ എന്നു വിചാരിച്ചു വരുന്നു. മോവാബ്യരോ അവർക്ക് ഏമ്യർ എന്നു പേർ പറയുന്നു. ഹോര്യരും പണ്ടു സേയീരിൽ പാർത്തിരുന്നു. എന്നാൽ ഏശാവിന്റെ മക്കൾ അവരെ തങ്ങളുടെ മുമ്പിൽ നിന്നും നീക്കിക്കളയുകയും സംഹരിക്കുകയും അവർക്ക് പകരം കുടിപ്പാർക്കുകയും ചെയ്തു. ഇസ്രായേലിന് യഹോവ കൊടുത്ത അവകാശദേശത്ത് അവർ ചെയ്തതുപോലെ തന്നെ ഇപ്പോൾ എഴുന്നേറ്റ് സെരേദോട് കടപ്പിൻ എന്ന് കൽപ്പിച്ചതുപോലെ നാം സെരേദോട് കടന്നു. നാം കാദേശ് ബർന്നേയയിൽ നിന്ന് പുറപ്പെടുന്നതു മുതൽ സെരേദയോട് കടക്കും വരെയുള്ള കാലം 38 സംവത്സരമായിരുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്നു മുടിഞ്ഞുപോയി. അവർ മുടിഞ്ഞു തീരും വരെ യഹോവയുടെ കൈ അവരെ പാളയത്തിൽ നിന്ന് നശിപ്പിപ്പാൻ തക്കവണ്ണം അവർമായിരുന്നു. യോദ്ധാക്കളൊക്കെയും ജനത്തിന്റെ ഇടയിൽ നിന്ന് മരിച്ച് ഒടുങ്ങിയ ശേഷം യഹോവ എന്നോട് കൽപ്പിച്ചത്, നീ ഇന്ന് ആർ എന്ന മോവാബ്യ ദേശത്തു കൂടി കടപ്പാൻ പോകുന്നു. അമ്മോന്യരോട് അടുത്തു ചെല്ലുമ്പോൾ അവരെ ഞെരുക്കരുത്, അവരോട് പടയെടുക്കുകയും അരുത്. ഞാൻ അമ്മോന്യരുടെ ദേശത്ത് നിനക്ക് അവകാശം തരുകയില്ല. അതു ഞാൻ ലോകത്തിന്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു. അതും മല്ലന്മാരുടെ ദേശമെന്നും വിചാരിച്ചു വരുന്നു. മല്ലന്മാർ പണ്ട് അവിടെ പാർത്തിരുന്നു. അമ്മോന്യർ അവരെ സംസൂന്യർ എന്നു പറഞ്ഞു. അവർ വലിപ്പവും പെരുപ്പവും അനാക്യരെ പോലെ പൊക്കവുമുള്ള ജാതിയായിരുന്നു. എങ്കിലും യഹോവ അവരെ അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു. ഇങ്ങനെ അവർ അവരുടെ ദേശം കൈവശമാക്കി അവരുടെ സ്ഥലത്തു കുടിപ്പാർന്നു. അവൻ സേയീരിൽ പാർക്കുന്ന ഏശാവിന്റെ മക്കൾക്കു വേണ്ടി ചെയ്തത് പോലെ തന്നെ അവൻ ഹോര്യരെ അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചിട്ട് അവർ അവരുടെ ദേശം കൈവശമാക്കി അവരുടെ സ്ഥലത്ത് ഇന്ന് വരെയും പാർക്കുന്നു. കഫ്തോരിൽ നിന്ന് വന്ന കഫ്തോര്യരും ഗസ്താവരെയുള്ള ഈരുകളിൽ പാർത്തിരുന്ന അവ്യരെ നശിപ്പിച്ച് അവരുടെ
സ്ഥലത്ത് കുടിപ്പാർന്നു. നിങ്ങൾ എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട് അർന്നോൻ താഴ്വര കടപ്പീൻ. ഇതാ ഞാൻ ഹെശ്ബോനിലെ അമ്മോനിയ രാജാവായ സീഹോനെയും അവന്റെ ദേശത്തെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവനോട് പടവെട്ടി അതു കൈവശമാക്കുവാൻ തുടങ്ങുക. നിന്നെയുള്ള പേടിയും ഭീതിയും ആകാശത്തിൻ കീഴെയും ഉള്ള ജാതികളുടെ മേൽ വരുത്തുവാൻ ഞാൻ ഇന്നു തന്നെ തുടങ്ങും. അവർ നിന്നെ സ്തുതിക്കട്ടു. നിന്റെ നിമിത്തം വിറയ്ക്കുകയും നടുങ്ങുകയും ചെയ്യും. പിന്നെ ഞാൻ കെദേമോത്ത് മരുഭൂമിയിൽ നിന്ന് ഹെശ്ബോനിലെ രാജാവായ സീഹോന്റെ അടുക്കൽ സമാധാന വാക്കുകളോടുകൂടി ദൂതന്മാരെ അയച്ചു. ഞാൻ നിന്റെ ദേശത്തു കൂടി കടന്നു പോകുവാൻ അനുവദിക്കണമേ. ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ പെരുവഴിയിൽ കൂടി മാത്രം നടക്കും. സെയീരിൽ പാർക്കുന്ന ഏശാവിന്റെ മക്കളും ആരിൽ പാർക്കുന്ന മോവാബ്യരും എനിക്കു തന്നതുപോലെ നീ വിലയ്ക്കു തരുന്ന ആഹാരം ഞാൻ കഴിക്കുകയും വിലയ്ക്കു തരുന്ന വെള്ളം കുടിക്കുകയും ചെയ്തതു കൊള്ളാം. യോർദാൻ കടന്ന് ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങൾക്കു തരുന്ന ദേശത്ത് എത്തുവോളം കാൽനടയായി പോകുവാൻ മാത്രം അനുവദിക്കണം എന്ന് പറയിച്ചു. എന്നാൽ നാം തന്റെ ദേശത്തു കൂടി കടന്നു പോകുവാൻ ഹെശ്ബോനിലെ രാജാവായ സീഹോൻ സമ്മതിച്ചില്ല. ഇന്നു കാണുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് അവന്റെ മനസ്സ് കടുപ്പിച്ച് അവന്റെ ഹൃദയം കഠിനമാക്കി. യഹോവ എന്നോട്, ഞാൻ സീഹോനെയും അവന്റെ ദേശത്തെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവന്റെ ദേശം കൈവശമാക്കേണ്ടതിന് അത് അടയ്ക്കുവാൻ തുടങ്ങുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ സീഹോനും അവന്റെ സർവ്വജനവും നമ്മുടെ നേരെ പുറപ്പെടുവന്നു. യാഹാസിൽ വെച്ച് പടയേറ്റു. നമ്മുടെ ദൈവമായ യഹോവ അവനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. നാം അവനെയും അവന്റെ പുത്രന്മാരെയും അവന്റെ സർവ്വജനത്തെയും സംഹരിച്ചു. അക്കാലത്തു നാം അവന്റെ എല്ലാ പട്ടണങ്ങളും പിടിച്ചു. പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉന്മൂലനാശം ചെയ്തു. ഒരുത്തനെയും ശേഷിപ്പിച്ചില്ല. നാൽക്കാലികളെയും നാം പിടിച്ച പട്ടണങ്ങളിലെ കൊള്ളയും മാത്രം നാം നമുക്കായിട്ട് എടുത്തു. അർന്നോൻ താഴ്വരയുടെ അറ്റത്തുള്ള ആരോവേരും താഴ്വരയിലെ പട്ടണവും മുതൽ ഗിലെയാദുവരെ നമ്മുടെ കൈക്ക് എത്താത്ത ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ദൈവമായ യഹോവ സകലവും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. അമ്മോന്യരുടെ ദേശവും യബ്ബോക്ക് നദിയുടെ ഒരു വശമൊക്കെയും മലനാടിലെ പട്ടണങ്ങളും നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് വിലക്കിയ ഇടങ്ങളും മാത്രം നീ ആക്രമിച്ചില്ല. പാർക്കുമോർ.